ഹായ് ഗായ്സ്, സാറാണ്. ന്യൂട്ടൺസിന്റെ ഓണം എക്സാം സ്പെഷ്യൽ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാ ചാപ്റ്ററിന്റെയും ഓണം എക്സാമിൽ നിങ്ങൾക്ക് 4 ചാപ്റ്ററാണ് ഉള്ളത്. എല്ലാ ചാപ്റ്ററിൽ നിന്നും വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. വീഡിയോസിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ചാനലിന്റെ യൂട്യൂബ് ചാനൽ ലിങ്കും വാട്സപ്പ് ചാനൽ ലിങ്കും ഉണ്ട്. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനും പറയണം. അവർക്കും എന്ത് കിട്ടും? നമ്മൾ നടക്കുന്ന ഡെയിലി എക്സാമുകളും അതേപോലെ തന്നെ ഉള്ള വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാവുന്നതാണ്. ചെയ്യില്ല എല്ലാവരും? യെസ്. അപ്പൊ നമുക്ക് ചെയ്യുന്നുള്ള ആൾക്കാരൊന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ക്ലാസ് ഇഷ്ടമായെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ്സിലേക്ക് പോവാം. പിക്ചറെ കാണുന്നുണ്ടല്ലോ, അപ്പൊ തന്നെ മനസ്സിലായല്ലോ ഏത് ചാപ്റ്റർ ആണെന്ന്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ചാപ്റ്ററിന്റെ പേര് നോക്കാം. ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട്, ഭൗമ രഹസ്യങ്ങൾ തേടി. ഭൂമിയുടെ ഉള്ളിലേക്ക് ഒരു യാത്രയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആണ്. പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യത്തെ ടോപ്പിക്ക് നോക്കാം. നമുക്ക് ഭൂമിയുടെ ഉള്ളിലേക്ക് ഒന്ന് ഇങ്ങനെ യാത്ര ചെയ്യാം. എത്ര പേർ റെഡിയാണ് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകാനായിട്ട്? നമ്മൾ ക്ലാസ്സിലായിരുന്നപ്പോൾ ഒരു വീഡിയോ വഴി പോയിരുന്നു. ഇതിപ്പോൾ ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ നമുക്കൊന്ന് ഭൂമിക്കകത്തേക്ക് പോവാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഭൂമിനെ എടുക്കാൻ പോകണ്ട. അയ്യോ, ഇപ്പുറത്തായി പോയി. ഭൂമിനെ എടുക്കുന്നു. ഭൂമിയുടെ അകത്തേക്ക് പോവാം. ഭൂമിയുടെ ഉള്ളിൽ ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട് എന്നാണല്ലോ. ഭൂമിയുടെ ഉള്ളിലേക്ക് നമുക്ക് പോവാം. പോയി 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 പോകുമ്പോൾ നമുക്ക് ഭൂമിനെ വേറെ രീതിയിൽ കാണാൻ പറ്റും. അതെങ്ങനെയാണ്? ഭൂമിനെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്, പല പാർട്ടുകളാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഭൂമി പല ലേയേഴ്സ് ആയിട്ടുള്ളത്. എത്ര ലേയേഴ്സ് ഉണ്ട്? പ്രധാനമായിട്ടും 3 ലേയേഴ്സാണ്. ഏതാണ്? ഏറ്റവും പുറമേ കാണുന്ന ക്രസ്റ്റ് ഉണ്ട്, മാൻഡില്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂവൽക്കം ഉണ്ട്, മാൻഡിലുണ്ട്, കോറുണ്ട്. കോർ 2 ഉണ്ട്. ഇന്നർ കോറും ഔട്ടർ കോറും. കാമ്പ്, അകക്കാമ്പും പുറക്കാമ്പും. കാണുന്നില്ല എല്ലാവരും? വ്യക്തമായില്ലേ? ഭൂമിക്കുള്ളിൽ അപ്പൊ എത്ര ലേയേഴ്സ് ഉണ്ട്? 3 ഉണ്ട്. ക്രസ്റ്റ് ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്, കോർ എന്നുള്ളത്. ഇന്നർ കോറും ഔട്ടർ കോറും. ഓക്കെ ആണോ? യെസ്. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ലേയേഴ്സ് ഓഫ് എർത്ത്, ഭൂമിയുടെ വിവിധ പാളികൾ ഏതൊക്കെയാണ്? ക്രസ്റ്റ്, മാൻഡില്, ഔട്ടർ കോറ്, ഇന്നർ കോറ്. ഭൂവൽക്കം, മാൻഡില്, പുറക്കാമ്പ്, അകക്കാമ്പ്. സെറ്റ് അല്ലേ? ആ ഫിഗർ ഒന്നുകൂടി ഒന്ന് കണ്ടുനോക്കാം നമുക്ക്. നോക്കിക്കോളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്രസ്റ്റ് ഉണ്ട്, മാൻഡിൽ ഉണ്ട്. ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും കാണാമല്ലോ. എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 40 കിലോമീറ്റർ വരെയാണ് അതിന്റെ ഒരു വിഡ്ത്ത് വരുന്നത്. തൊട്ട് താഴെ ആരാണ്? തൊട്ട് താഴെ മാൻഡിലാണ്. മാൻഡിൽ കുറച്ചുകൂടി വലുതാണ്. ക്രസ്റ്റ് കുറച്ച് തിന്നാണെങ്കിൽ മാൻഡിൽ കുറച്ചുകൂടി വൈഡാണ്. 2900 കിലോമീറ്റർ ഉണ്ട്. അതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്താണ്? തൊട്ട് താഴേക്ക് പോകുമ്പോൾ കോർ, ഔട്ടർ കോർ ഉണ്ട്. ഏറ്റവും മറ്റത്താരാണ്? ഇന്നർ കോർ ഉണ്ട്. സെറ്റ് അല്ലേ? ഈ കാര്യങ്ങളിൽ ഇനി ആർക്കും ഡൗട്ട് വരില്ല. പിക്ചറൊക്കെ വെച്ച് പഠിച്ചില്ലേ? യെസ്, ഇത് പഠിച്ചു. ഇതിന്റെ പ്രത്യേകതകൾ നോക്കാം. ഓക്കെ, പ്രത്യേകതകൾ നോക്കുമ്പോൾ ആദ്യം പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഭൂവൽക്കം അല്ലെങ്കിൽ നമ്മളുടെ ക്രസ്റ്റിനെ കുറിച്ചാണ്. നോക്കിക്കോളൂ. കമ്പാരിറ്റീവ്ലി തിന്നർ ഔട്ടർ ഷെൽ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഷെല്ലുകളിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ആ ഒരു ലെയേഴ്സിൽ തിന്നാണ്, നേർത്തതാണ്, കുറച്ച് കട്ടി കുറഞ്ഞതാണ്. അപ്രോക്സിമേറ്റ്ലി 40 കിലോമീറ്റർ തിക്ക്. നമ്മൾ പറഞ്ഞല്ലോ ക്രസ്റ്റിന്റെ ഒരു തിക്നെസ്, അതിന്റെ ഒരു വിട്ട് അല്ലെങ്കിൽ തടി എന്ന് പറയുന്നത് എന്തോരമാണ്? അതിന്റെ ഒരു വീതി എന്ന് പറയുന്നത് എന്താണ്? ഏകദേശം ഒരു 40 കിലോമീറ്റർ ആയിരിക്കും അതിന്റെ കനം വരുന്നത്. 2 ഭാഗങ്ങളുണ്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റും അതേപോലെ തന്നെ രണ്ടാമത്തേതാണ് ഓഷ്യാനിക് ക്രസ്റ്റും. വൻകര ഭൂവൽക്കവും അതേപോലെ തന്നെ സമുദ്ര ഭൂവൽക്കവും. നമ്മളുടെ കോണ്ടിനെന്റൽ ക്രസ്റ്റില് പ്രധാനമായിട്ടുള്ളത് സിലിക്കണും അലുമിനിയമാണ്. അപ്പൊ അതിന് നമ്മൾ സിയാൽ, SiAl, സിയാലിന് പഠിച്ചു. നേരെ മറിച്ച് ഓഷ്യാനിക് ക്രസ്റ്റ് അല്ലെങ്കിൽ സമുദ്ര ഭൂവൽക്കത്തില് സിലിക്കണും മഗ്നീഷ്യം ഉള്ളത്. സിലിക്കന്റെ SIയും മഗ്നീഷ്യത്തിന്റെ MA കൊടുത്ത് സിമ എന്ന് പഠിച്ചു. അപ്പൊ എന്താണ്? ഭൂവൽക്കം, ക്രസ്റ്റ് അല്ലെ? അതിന്റെ പ്രത്യേകതകൾ നോക്കി. ഇത് പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോ ഭൂവൽക്കം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാണ്? ക്രസ്റ്റ് കഴിഞ്ഞാൽ മാൻഡിലാണ്. മാൻഡിൽ ലൊക്കേറ്റഡ് ബെനീത്ത് ദ ക്രസ്റ്റ്. ബെനീത്ത് എന്ന് പറഞ്ഞാൽ ക്രസ്റ്റിന് താഴെ, ഭൂവൽക്കത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നു. അതിന്റെ വിട്ട് നോക്കി, 2900 കിലോമീറ്റർ അതിന്റെ വിട്ട് വരുന്നത്. 2 ഭാഗമുണ്ട്. ഏതൊക്കെയാ? അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും. ഓക്കെ അല്ലേ? ഉപരി മാൻഡിലും അധോ മാൻഡിലും. ഈ ലാസ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഏതാണ്? കാമ്പലെ കോറ്. അതാണ് ഭൂമിയുടെ കേന്ദ്രം, സെന്റർ പാർട്ട് ഓഫ് ദി എർത്ത്. ഓക്കെ,
അതിന്റെ വിട്ട് നോക്കി 2900 മുതൽ ഏകദേശം ഒരു 6371 കിലോമീറ്റർ വരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി കിടക്കുകയാണ് ആര് നമ്മളുടെ കോർ എന്ന് പറയുന്നത്. 2 പാർട്ട് ഉണ്ട്. ഏതാണ് നമ്മളുടെ ഔട്ടർ കോർ, അതായത് പുറക്കാമ്പ്, അതൊരു മോൾട്ടൺ സ്റ്റേറ്റിലാണ്. ഇന്നർ കോർ എന്ന് പറയുന്നതിലേ ഒരുപാട് മിനറൽസ് ഉണ്ട്. ഓക്കെ, ആ ധാതുക്കളുണ്ട്. പ്രധാനമായിട്ടും നിക്കലും അയണും ഉള്ളത്. ആ നിക്കലിന്റെ NIയും അയണ നമ്മൾ നോട്ടേറ്റ് ചെയ്യുക FE വെച്ചാണ്. NiFe നിഫെ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യമാണ് ഭൂമിയുടെ ലേയേഴ്സ് ആയിട്ട് പറയുന്നത്. എത്ര ലേയേഴ്സ് ഉണ്ട്? 3 ഉണ്ട്. ആ 3ാമത്തെ നമ്മൾ 2 ആക്കിയിട്ടുണ്ട്. ക്രസ്റ്റ്, മാൻഡില്, അപ്പർ കോർ, ലോവർ കോർ. ഓക്കെ, ഭൂവൽക്കം, മാൻഡില്, പുറക്കാമ്പ്, അകക്കാമ്പ്. ഓക്കെ അല്ലേ? അതിന്റെ എല്ലാ പ്രത്യേകതകളും നോക്കി. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, ലാസ്റ്റ് ഭാഗമല്ല, ലിത്തോസ്ഫിയറും എസ്തനോസ്ഫിയറും പറയുന്നുണ്ട്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ശിലാമണ്ഡലവും എസ്തനോസ്ഫിയറും. അതായത് ശിലാമണ്ഡലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രസ്റ്റും അപ്പർ മാൻഡിലും ചേർന്ന ഭാഗത്തെയാണ് നമ്മൾ ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പറയാം. ഭൂവൽക്കവും ഉപരി മാൻഡിലും ചേർന്ന ഭാഗം. ആ ലിത്തോസ്ഫിയറിന് താഴെ ലാവ കാണുന്ന ആ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? എസ്തനോസ്ഫിയർ. ഇതെന്തായാലും നോക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള അടുത്തൊരു ടോപ്പിക്ക് നോക്കാം. ഇതെപ്പോഴും എക്സാമിന് ചോദിച്ച് കാണാറുള്ള ഒരു ഭാഗമാണ്. എന്താ? ശിലകൾ അല്ലെങ്കിൽ റോക്സ് അല്ലെ? ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്സ് 3 ഉണ്ട്. ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ ആഗ്നേയ ശിലകൾ, പിന്നെ ഏതാണ് അപസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ്, ലാസ്റ്റ് കായാന്തര ശിലകൾ അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്സ്. ഇത് 3ഉം മിക്ക എക്സാമിനും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ അല്ലേ? ആ റോക്ക് ഏതൊക്കെയാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ്? ആഗ്നേയ ശിലകളുണ്ട്, അവസാദ ശിലകളുണ്ട്, കായാന്തര ശിലകളുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യത്തെ ആഗ്നേയ ശിലകൾ അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്ക് നോക്കാം. എന്താണ് ഇഗ്നിയസ് റോക്ക് പറയുന്നത്? Igneous rocks are formed by molten rock material rising through the fissures in the crust and solidifying either on the surface of the earth or within the crust itself. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മളുടെ ഈ ലിത്തോസ്ഫിയറിൽ അല്ലെങ്കിൽ ക്രസ്റ്റില് ഫിസേഴ്സ് ഉണ്ടാവും, സുഷിരങ്ങൾ ഉണ്ടാവും. അതിനുള്ളിലൂടെ ഈ ലാവ ഉണ്ടല്ലോ, മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ, അത് പുറത്തേക്ക് വരികയും സോൾഡിഫൈ ചെയ്യാം. അത് ഉറച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ഇഗ്നിയസ് റോക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട് ഗ്രാനൈറ്റും ബസാൾട്ടും. എല്ലാ റോക്കുകളും പിന്നീട് വരുന്ന നമ്മൾ ഈ പറഞ്ഞ മെറ്റാമോർഫിക് റോക്ക് ആയാലും സെഡിമെന്ററി റോക്ക് ആയാലും അതെല്ലാം ഉണ്ടാവുന്ന എന്തിൽ നിന്നാണ്? ഇഗ്നിയസ് റോക്കിന് മാറ്റം സംഭവിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കുന്നു? പ്രൈമറി റോക്സ് അല്ലെങ്കിൽ പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നു. എല്ലാത്തിന്റെയും ഒരു തുടക്കം എന്തിൽ നിന്നാണ്? ഇഗ്നിയസ് റോക്കിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാഥമിക ശിലകൾ എന്ന് വിളിക്കുന്നു. എങ്ങനെയാണ് ഇഗ്നിയസ് റോക്ക് അല്ലെങ്കിൽ നമ്മളുടെ ആഗ്നേയശില ഉണ്ടാവുന്നത്? ക്രസ്റ്റിൽ ഉണ്ടാവുന്ന ഫിസേഴ്സ് സുഷിരങ്ങളിലൂടെ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ നമ്മൾ ലാവ പുറത്ത് വന്ന് തണുത്തുറഞ്ഞാണ് എന്തുണ്ടാവുന്നത്? ഇഗ്നിയസ് റോക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, റോക്ക് 3 തരം ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഇഗ്നിയസ് റോക്കാണ്. രണ്ടാമത്തെ ഏതായിരുന്നു? നോക്കൂ, സെഡിമെന്ററി റോക്ക് അല്ലെങ്കിൽ അവസാദ ശിലകൾ. റോക്സ് അണ്ടർഗോ വെതറിംഗ് ഇൻ കോഴ്സ് ഓഫ് ടൈം. The debris so formed will be deposited in the lower lying region. അതായത് ഈ റോക്കുകൾക്ക് വെതറിങ് സംഭവിക്കും. എന്താണ് ഈ വെതറിങ് എന്ന് പറഞ്ഞാൽ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞില്ല. വെതറിങ് എന്താണ്? വെതറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപക്ഷയം, ഈ റോക്ക് പൊടിഞ്ഞില്ലാതാവുന്നതിനാണ് വെതറിങ് എന്ന് പറയാം. അതായത് പാറ പൊടിഞ്ഞ് മണ്ണായി മാറുക, പാറ പൊടിഞ്ഞ കഷ്ണങ്ങളായിട്ട് ഡിസിൻറ്റഗ്രേഷനാ, ആ പാറ പൊടിയുന്നതിനെ വിളിക്കുന്ന പേരാണെന്ന് വെതറിങ് എന്ന് പറയുന്നത്. ആ വെതറിങ് സംഭവിച്ചിട്ടുണ്ടായിരുന്ന വേസ്റ്റ് ലോ ലൈൻ റീജിയൻസിൽ, ഡെബ്രിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ, അത് ലോ ലൈൻ റീജിയൻസ് താഴ്ന്ന സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ആയിട്ട് അത് അവിടെ കിടന്ന് ഉറച്ചുണ്ടാവുന്ന റോക്കാണ് ഏത്? സെഡിമെന്ററി റോക്ക് അല്ലെങ്കിൽ അവസാദ ശിലകൾ. എക്സാമ്പിൾ ഏതാണ്? സാൻഡ് സ്റ്റോണും ലൈം സ്റ്റോണും. ഓക്കെ അല്ലേ? അത് സിമ്പിൾ ആണല്ലോ. ആദ്യം ഇഗ്നിയസ് റോക്ക്, പിന്നെ സെഡിമെന്ററി റോക്ക്, ലാസ്റ്റ് ടോപ്പിക്കാണ് ഏത്? മെറ്റാമോർഫിക് റോക്ക്. When rocks undergo physical and chemical changes due to high temperature and pressure, metamorphic rocks are formed. അതായത് നമ്മളുടെ ഇഗ്നിയസ് റോക്കിനൊക്കെ കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ഉണ്ടാവും. പ്രഷർ വേരിയേഷൻ കാരണം, മർദ്ദ വ്യത്യാസം കാരണം അതിൻ്റെ ഭൗതികമോ അല്ലെങ്കിൽ രാസകമായിട്ടുള്ള പ്രോപ്പർട്ടീസിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുന്ന റോക്കാണ് ഇത്? മെറ്റാമോർഫിക് റോക്ക് അല്ലെങ്കിൽ നമ്മളുടെ കായാന്തരശില എന്ന് പറയാം.
ഇത്രയുള്ളൂ. റോക്സ് അണ്ടർഗോ ഫിസിക്കൽ ഓർ കെമിക്കൽ ചേഞ്ച്. റോക്കിന് മാറ്റം സംഭവിക്കുന്നു. എന്ത് കാരണം മാറ്റം സംഭവിക്കുന്നത്? ടെമ്പറേച്ചറിലും പ്രഷറിലും ഉണ്ടായ വേരിയേഷൻ കാരണം. എക്സാമ്പിൾ മാർബിളും സ്ലേറ്റുമാണ്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എർത്തിന് 3 ലെയേഴ്സ് ഉണ്ടായിരുന്നു, അത് പഠിച്ചു. 3 ടൈപ്പ് ഓഫ് റോക്കും പഠിച്ചു വിത്ത് എക്സാമ്പിൾ. എപ്പോഴും ചോദിക്കാറുണ്ട് റോക്ക് ഏതെങ്കിലും ഒന്നിനെ കുറിച്ചും അതിൻ്റെ എക്സാമ്പിളും ചോദിക്കാറുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ 2 ടോപ്പിക് കഴിഞ്ഞു. ഇനി 3ാമത്തെ ടോപ്പിക്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വെതറിംഗ് ആണ്. എന്താണ് വെതറിംഗ് എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെതറിംഗ് എന്താണെന്നുള്ളത്. അപക്ഷയം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റോക്സ് അണ്ടർഗോ വേരിയസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് വിത്ത് ടൈം. അതായത് നമ്മളുടെ റോക്കുകൾക്ക് പല ചേഞ്ചസ് ഉണ്ടാവും, പല മാറ്റങ്ങൾ സംഭവിക്കാം. സച്ച് ഡിസിൻറ്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ. അങ്ങനെ റോക്കുകൾ, ശിലകൾ പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? വെതറിംഗ്. അതായത് ഒരു വലിയ പാറ, ആ വലിയ പാറ പൊടിഞ്ഞില്ലാതായി ചിലപ്പോൾ മണ്ണായി തീരാം, അല്ലെങ്കിൽ അത് പല കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ കല്ലുകളായി മാറാം. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? വെതറിംഗ് അല്ലെങ്കിൽ അപക്ഷയം എന്ന് പറയുന്നത്. നേരത്തെ റോക്ക് 3 ടൈപ്പ് ഉള്ള പോലെ തന്നെ 3 ടൈപ്പ് ഓഫ് വെതറിംഗും പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് നോക്കാം. അത് 3 ടൈപ്പ് ഓഫ് വെതറിംഗ്. ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ്. ഓക്കെ, ഭൗതിക അപക്ഷയം. കെമിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ രാസിക അപക്ഷയം. ലാസ്റ്റ് വൺ ബയോളജിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ ജൈവിക അപക്ഷയം. ഓക്കെ, 3 അപക്ഷയങ്ങൾ, 3 വെതറിംഗ് ആണ്, പ്രധാനപ്പെട്ടതാണ്, എന്തായാലും പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇനി അതിൻ്റെ നമുക്ക് ഓരോ വെതറിംഗ് സെപ്പറേറ്റ് നോക്കാം. ആദ്യം ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിംഗ്, ഭൗതിക അപക്ഷയം നോക്കാം. വായിച്ചോളൂ എല്ലാവരും. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് മിനറൽസ് ഡ്യൂ ടു ദ വേരിയേഷൻസ് ഇൻ ടെമ്പറേച്ചർ റിസൾട്ട് ഇൻ വെതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ മിനറൽസ് ഉണ്ടാവില്ല, ഈ റോക്ക് ഉണ്ടാക്കിയിരിക്കുന്ന മിനറൽസ് വെച്ചാണ്. അതിൽ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ, ചൂട് കൂടുമ്പോഴും ചൂട് കുറയുമ്പോഴും, നല്ല തണുപ്പൊക്കെ വരുമ്പോൾ ഈ റോക്കിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഫിസർ ഉണ്ടാവുമല്ലോ, ആ വെള്ളം തട്ടിക്കുന്നതിൽ അത് ഐസായിട്ടൊക്കെ ചിലപ്പോൾ അത് ഐസായിട്ട് ഫ്രീസായിരിക്കാം. അപ്പോൾ ആ റോക്കിന് പല പ്രശ്നങ്ങൾ പറ്റാം. ഓക്കെ, ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം അല്ലെങ്കിൽ താപനിലയിലുള്ള വ്യത്യാസം കാരണം ഫിസിക്കലായിട്ടോ കെമിക്കലായിട്ടോ ഉള്ള പ്രോപ്പർട്ടീസിന് എന്ത് വരുന്നു? മിനറൽസ് പ്രോപ്പർട്ടീസിന് മാറ്റം വരുന്നു, വേരിയേഷൻ വരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന വെതറിംഗ് ആണ് എന്ത്? ഫിസിക്കൽ വെതറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, എക്സ്പാൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? അതിങ്ങനെ വിഘടിക്കുക. എങ്ങനെ വിഘടിക്കുന്നു? ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം അതിലുള്ള മിനറൽസ് വിഘടിക്കുന്നത് മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഫിസിക്കൽ വെതറിംഗ് സംഭവിക്കുന്നത്. കെമിക്കൽ വെതറിംഗ് സിമ്പിൾ ആണ്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ എക്സെട്ര റിയാക്ട് വിത്ത് ദ മിനറൽസ് ആൻഡ് റിസൾട്ട് ഇൻ ദ കെമിക്കൽ ഡീകമ്പോസിഷൻ ഓഫ് ദി റോക്ക്. അതായത് നമ്മളുടെ വെള്ളമല്ല, കാർബൺ ഡൈ ഓക്സൈഡോ ഓക്സിജനോ വാട്ടർ, വെള്ളം, ഇതെന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? നമ്മുടെ റോക്കിലുള്ള മിനറൽസുമായി റിയാക്ട് ചെയ്തിട്ടാണെന്നുണ്ട് എന്ത് സംഭവിക്കുന്നത്? കെമിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ രാസിക അപക്ഷയം സംഭവിക്കുന്നത്. ലാസ്റ്റ് വൺ ബയോളജിക്കൽ വെതറിംഗ് ആണ്. ദ പ്ലാന്റ് റൂട്ട് പെനിട്രേറ്റിംഗ് ഇൻ ദ ഫിസേഴ്സ്. ഫിസർ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാപ്പ് പറഞ്ഞില്ലേ? അപ്പോൾ ഈ പാറയുടെ മുകളിൽ വളരുന്ന ചില ചെടികളൊക്കെ ഉണ്ടാവും, അതിൻ്റെ വേര് പാറയുടെ ഉള്ളിൽ കൂടെ പോവുകയോ അല്ലെങ്കിൽ ഈ പാറയിൽ തന്നെ റോക്കുകളിൽ മൃഗങ്ങൾ എന്തെങ്കിലും മാളമൊക്കെ ഉണ്ടാക്കുന്ന വെച്ചോ, ആ മാളങ്ങൾ കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഡ് ബോഡീസ് നമ്മുടെ മനുഷ്യൻ്റെയോ അങ്ങനെയുള്ള പക്ഷി മൃഗാദികളുടെ എന്തെങ്കിലുമൊക്കെ ഡെഡ് ബോഡീസ് കടന്നിട്ടോ റോക്കിന് എന്ത് സംഭവിക്കാം? അപക്ഷയം സംഭവിക്കാം. അത്തരത്തിൽ ഈ 3 റീസൺ കൊണ്ടാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബയോളജിക്കൽ വെതറിംഗ് അല്ലെങ്കിൽ ജൈവിക അപക്ഷയം. അപ്പം 3 ടൈപ്പ് വെതറിംഗ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ രാസിക അപക്ഷയം, ഭൗതിക അപക്ഷയം. രണ്ടാമത്തെ കെമിക്കൽ രാസിക അപക്ഷയം. ലാസ്റ്റത് ജൈവിക അപക്ഷയം. 3 നോക്കാം, പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ചോദിക്കാനായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ സാർ ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനും പറയണം. ഓക്കെ, ലിങ്ക് എല്ലാം എവിടെയുണ്ട്? ഡിസ്ക്രിപ്ഷനിലുണ്ട്. ടാറ്റാ.